കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മിക്ക ക്രൈമിന് പുറകിലും ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ടെന്ന് തീർച്ചയാണ്. ഈ ക്രൈമുകൾക്ക് പുറകിലൊക്കെ ഒരു മാസ്റ്റർ പ്ലാൻ നടക്കുന്നുണ്ട്. സംഭവം വേറെ ഒന്നുമല്ല, പ്രതിപക്ഷം അടുത്ത ഇലക്ഷനുള്ള കത്തി രാഗി മിനുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അടുത്ത ഇലക്ഷന് മുൻപ് ഇറക്കുന്ന പ്രചാരണ പത്രികയുടെ മാറ്റർ ഇപ്പോൾ തന്നെ തയ്യാറാക്കുകയാണ് പ്രതിപക്ഷം. സംശയമുണ്ടെങ്കിൽ ഈ ഒരു 3 മാസത്തിനിടയിൽ കേരളത്തിൽ നടക്കുന്ന ക്രൈമുകളുടെ ഡീറ്റെയിൽസ് വെറുതെ ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ഇതെല്ലാം നിർത്തി വേണം അവർക്ക് വോട്ട് പിടിക്കാൻ. അല്ലാതെ ഇത്രയും കാലമില്ലാത്ത ക്രൈമുകളൊക്കെ ഇപ്പോ ഉയർന്നു വരുന്നത് എവിടെ നിന്നാണ്? മൊത്തം വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കൂടി അട്ടിമറിക്കാനുള്ള കോൺഗ്രസ്സുകാരുടെ അടുത്ത നീക്കമാണ് MS സൊല്യൂഷൻസിന് ചോദ്യ പേപ്പർ ചോർത്തി നൽകിയ മലപ്പുറത്തെ അൺഎയ്ഡഡ് സ്കൂൾ പ്യൂൺ വഴി പ്രതിപക്ഷം നടത്തിയിരിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വഴി സർക്കാരിന്റെ കൊള്ളരുതായ്മയാണ് ഇതെല്ലാം എന്ന് അവർക്ക് വരുത്തി തീർക്കണം. ഇങ്ങനെയൊക്കെ കണ്ണിൽ പൊടിയിട്ടാണെങ്കിലും ജനം കൂടെ നിൽക്കുമെന്ന് പാവങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. പ്യൂണിന്റെ മൊഴി പുറത്തായപ്പോൾ ആകെ അങ്കലാപ്പിലായിട്ടുണ്ട് കാര്യങ്ങൾ. മുമ്പ് അറസ്റ്റിലായ ഫഹദുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യപേപ്പർ ചോർത്തിയെന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ചോദ്യപേപ്പറുകൾ ചോർത്താനായി എടുത്തെങ്കിലും വിവാദമായതോടെ ഇവ നൽകിയില്ല. സയൻസിന്റെ 4 പേപ്പർ അയച്ചു നൽകി എന്നാണ് പിടിയിലായ ആൾ പറയുന്നത്. +1 ചോദ്യപേപ്പറിന്റെ കാര്യത്തിലാണ് പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. അതോടെ പ്രതിപക്ഷം ആരോപിച്ചതുപോലെ വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന ഗൂഢാലോചനയല്ല ഇതെന്നും ഫഹദിന്റെ രാഷ്ട്രീയ ചുറ്റുപാട് വെച്ച് കോൺഗ്രസുകാർ തന്നെയാണ് ഇതിന് പുറകിലെന്നും പോലീസിന് വ്യക്തമാവുകയായിരുന്നു. നാസറിന്റെ ഫോണും മറ്റ് പ്രതികളുടെ ഫോണും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ തീരുമാനമുണ്ട്. അതോടുകൂടി കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന് അറിയുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ 1-ാം പ്രതി ഒഴിച്ച് 2-3 പ്രതികൾ പിടിയിലായിരുന്നു. മലപ്പുറം ജില്ലയിലെ അൺഎയ്ഡഡ് സ്കൂളിലെ പ്യൂണിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജില്ലയിലെ പനങ്ങങ്ങര സ്വദേശിയായ അറസ്റ്റിലായ നാസർ ജോലി ചെയ്തിരുന്ന സ്കൂളിൽ തന്നെയാണ് മുൻപ് ഫഹദ് ജോലി ചെയ്തിരുന്നത്. ഈ ബന്ധം മുൻനിർത്തിയാണ് ചോദ്യപേപ്പർ ചോർത്തിയെന്നാണ് വിവരം. ചോദ്യപേപ്പർ ചോർച്ചയിൽ മുൻപ് MS സൊല്യൂഷൻസിലെ CEO ഷുഹൈബിനെതിരെ കേസെടുത്തിരുന്നു. ചോദ്യപേപ്പർ ചോർത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സ്ഥാപനത്തിനെതിരെ തട്ടിപ്പ്, വിശ്വാസവഞ്ചന ഉൾപ്പെടെ 7 വകുപ്പുകൾ ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. യൂട്യൂബ് ചാനലിന്റെ ഓഫീസുള്ള കൊടുവള്ളി മേഖലയിൽ കഴിഞ്ഞ ഓണപരീക്ഷയ്ക്ക് കുട്ടികൾ വ്യാപകമായി കോപ്പി അടിച്ചത് കണ്ടെത്തിയതായിരുന്നു തുടക്കം. യൂട്യൂബിൽ നിന്ന് കിട്ടിയ ചോദ്യങ്ങൾക്ക് കുട്ടികൾ ഉത്തരം തയ്യാറാക്കി കൊണ്ടുവരികയായിരുന്നു. പരാതിയിൽ കൊടുവള്ളി AEO അന്വേഷണം നടത്തുകയും താമരശ്ശേരി DEO മുഖേന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. 1.31 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ് MS സൊല്യൂഷൻസ്. കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷയുടെ ഇംഗ്ലീഷ് ചോദ്യക്കടലാസിൽ 18 മുതൽ 26 വരെ എല്ലാ ചോദ്യങ്ങൾക്കും കേസിലെ 1-ാം പ്രതി ഉത്തരം പ്രവചിച്ചിരുന്നു. കെമിസ്ട്രി അധ്യാപകനായ ഷുഹൈബ് ഇംഗ്ലീഷ് പരീക്ഷ പ്രവചിച്ചതിൽ തന്നെ ഒരു അപാകതയുണ്ടായിരുന്നെന്ന് പോലീസ് പറയുന്നുണ്ട്. പോലീസ് കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന് കേട്ടതോടുകൂടി ഇരിക്കപ്പൊറുതി ഇല്ലാതായിട്ടുണ്ട് പ്രതിപക്ഷത്തിന്. ഇത്രയും കോൺഫിഡൻസോട് കൂടി ചെയ്യിച്ച ഒരു ക്രൈമിന് ഇങ്ങനെ ഒരു പണി കിട്ടിയെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്നാണ് ഒരു മുതിർന്ന പ്രതിപക്ഷ നേതാവ് അവരുടെ സ്വകാര്യ മീറ്റിംഗിൽ പറഞ്ഞതെന്ന് അഭ്യൂഹങ്ങളുണ്ട്.